നമസ്തേ. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴി നമുക്കറിയാം. കണ്ണൂർ ജില്ലക്കകത്തും ജില്ലക്ക് പുറത്തുമായി അനവധി ക്ഷേത്രങ്ങളിലൂടെയുള്ള ഒരു പ്രദക്ഷിണ യാത്രയാണ് കണ്ണൂർ വിഷൻ നടത്തുന്നത്. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് ചേലേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരേണ്ടുന്ന വഴി കണ്ണൂരിൽ നിന്ന് പുതിയ തെരുവിൽ നിന്ന് കണ്ണാടിപ്പറമ്പ് ചേലേരി മുക്കിൽ നിന്ന് 2 കിലോമീറ്റർ വടക്കോട്ട് മാറി കൊളച്ചേരി മുക്കിൽ നിന്ന് 2 കിലോമീറ്റർ തെക്കോട്ട് മാറിയാണ് വളരെ പ്രശാന്ത സുന്ദരമായ സങ്കേതത്തിലാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന് ധാരാളം പ്രത്യേകതകൾ പറയാനുണ്ട്. സുബ്രഹ്മണ്യൻ കിഴക്കോട്ട് ദർശനമായി ഇടനാഴിയോടുകൂടിയ സുബ്രഹ്മണ്യൻ. മറ്റൊന്ന്, തിടമ്പ് നൃത്തത്തിന് വളരെ പ്രാധാന്യം വടക്കേ മലബാറിനുണ്ട്. തെയ്യത്തിനും തിടമ്പ് നൃത്തത്തിനും 4 തിടമ്പ് നൃത്തം അനുഷ്ഠിക്കുന്ന പരിപാവനമായ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് നമ്മുടെ ഇന്നത്തെ പ്രദക്ഷിണ വഴി. നമുക്കിവിടുത്തെ ഐതിഹ്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അറിഞ്ഞ് തൊഴുതു പ്രാർത്ഥിച്ചു വരാം. ചേലേരിയിലമരും സുബ്രഹ്മണ്യ സ്വാമി, പഴനിയിലാണ്ടവനെ ശ്രീമുരുക. ചേലേരിയിലമരും സുബ്രഹ്മണ്യ സ്വാമി, പഴനിയിലാണ്ടവനെ ശ്രീമുരുക. പരമസിദ്ധന്റെ മനം നൊന്തു വിളി കേട്ടു എഴുന്നള്ളി ദേവൻ ശ്രീ കാർത്തികേയൻ. പരമസിദ്ധന്റെ മനം നൊന്തു വിളി കേട്ടു എഴുന്നള്ളി ദേവൻ ശ്രീ കാർത്തികേയൻ. ചേലേരി ദേശത്തിൻ ചേലേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തെത്തുമ്പോൾ തന്നെ നമുക്ക് കാണാം വലിയ ബലിക്കല്ല്. ആ വലിയ ബലിക്കല്ല് തന്നെ സൂചിപ്പിക്കുന്നത് ആ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യമാണ്. ക്ഷേത്രത്തിൻ്റെ ദേവചൈതന്യത്തിൻ്റെ മറ്റൊരു പ്രതിരൂപമാണത്രേ വലിയ ബലിക്കല്ല്. ക്ഷേത്രത്തിലെ ഉത്സവം, വിശേഷിച്ച് ശ്രീഭൂതബലി, ഉത്സവ ബലിയൊക്കെ നടക്കുമ്പോൾ ബലിതൂവേണ്ടുന്ന വളരെ പ്രസിദ്ധമായ സങ്കേതമാണ് നമ്മൾ ഈ കാണുന്ന വലിയ ബലിക്കല്ല്. ഇത്രയും ബലിക്കല്ലിന് വലിപ്പമുണ്ടെങ്കിൽ അത്രയും പ്രാധാന്യം ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനുണ്ട് എന്നാണ്. നമുക്കേതായാലും പ്രദക്ഷിണ വഴിയിലൂടെ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തൊഴുത് പ്രാർത്ഥിച്ചു വരാം. പാനകവും വേണം നരസിംഹമൂർത്തിയാം ശ്രീ വടുകചാലപ്പന്. പാൽപായസവും പുണ്യ പാനകവും നേരാം ശ്രീവനശാസ്താവാം അയ്യപ്പ സ്വാമിക്ക് നെയ്യഭിഷേകം. ചേലേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഏറെ ഐതിഹ്യമുള്ള പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം. ക്ഷേത്രത്തിൽ ഇടനാഴിയോടുകൂടിയ സുബ്രഹ്മണ്യനാണ് ഇവിടുത്തെ സുബ്രഹ്മണ്യ ദേവൻ. വളരെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ദേശത്തുള്ള പരമസാത്വികനായ ഒരു ഭക്തൻ എല്ലാ വർഷവും പഴനിയിൽ സുബ്രഹ്മണ്യനെ തൊഴാൻ പോകുമത്രേ. അങ്ങനെ പ്രായാധിക്യം കൊണ്ടും ആരോഗ്യം കൊണ്ടും അവശനായ സമയത്ത് അദ്ദേഹം സുബ്രഹ്മണ്യനോട് പ്രാർത്ഥിച്ചു അത്രേ, ഭഗവാനെ, ഇനി എനിക്ക് ഇവിടത്തേക്ക് വരാൻ പറ്റുന്നില്ല, എൻ്റെ ആരോഗ്യം എന്നെ അനുവദിക്കുന്നില്ലെന്ന് പഴനിയിലെ സുബ്രഹ്മണ്യ ദേവനോട് പറഞ്ഞു എന്നാണ്. അങ്ങനെ പറഞ്ഞ് ഈ ഭക്തൻ സ്വദേശത്തേക്ക് മടങ്ങി. ഞാൻ ഇവിടെ എത്തിയ സന്ദർഭത്തിൽ ഈ ദേശത്തിൻ്റെ പ്രാധാന്യമൊക്കെ കാണുകയും ഇവിടെ അഭൂതപൂർവമായ ഒരു സുബ്രഹ്മണ്യ ചൈതന്യം ഉണ്ടായി എന്ന് അനുഭവപ്പെടുകയും ചെയ്തു. കാരണം ഭക്തൻ വിളിച്ചാൽ ഭഗവാന് വരാണ്ടിരിക്കാൻ സാധിക്കില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ ആ ഭക്തൻ മനമുരുകി വിളിച്ചു. ആ മനമുരുകി വിളിച്ചപ്പോൾ സുബ്രഹ്മണ്യ ദേവൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നും അങ്ങനെ ഈ പ്രദേശത്ത് ആ സുബ്രഹ്മണ്യ ചൈതന്യം കണ്ടെത്തിയെന്നും അങ്ങനെ ജ്യോതിഷശാസ്ത്ര വിധിപ്രകാരം അഷ്ടമംഗല്യ പ്രശ്നത്തിലൂടെ ദേവനെ ഈ സങ്കേതത്തിൽ പ്രതിഷ്ഠിച്ചുവെന്നാണ് ഐതിഹ്യം പറയുന്നത്. ഇവിടുത്തെ ആചാര്യ പാരമ്പര്യം എന്ന് പറയുന്നത് കരുമാരത്ത് ഇല്ലത്തെ സമ്പ്രദായമാണ്. ഈ പ്രദേശത്ത് ഒരു കാലഘട്ടത്തിൽ 55ഓളം ബ്രാഹ്മണ ഇല്ലങ്ങൾ ഉണ്ടായിരുന്നു അത്രേ. ആ ഇല്ലത്തുള്ള ബ്രാഹ്മണ പരമ്പരകൾ ഈ ദേവനെ സദാകാലം ആചരിച്ചു ആരാധിച്ചുവെന്നും ആ കാലഘട്ടത്തിൽ നവീകരണങ്ങളും
പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്തു എന്നും പിന്നീട് വീണ്ടും ക്ഷേത്രം ജീർണോന്മുഖമായി എന്നും ആ കാലഘട്ടത്തിൽ പ്രദേശത്തുള്ള ഭക്തന്മാരും നാട്ടുകാരും ഒക്കെ ചേർന്ന് ക്ഷേത്ര പരിപാലന സമിതി രൂപീകരിക്കുകയും അങ്ങനെ ആ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഇന്നീ കാണുന്ന ഭൗതികമായ സാഹചര്യങ്ങളും ആധ്യാത്മികമായ സാഹചര്യങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നു എന്നാണ് ഇവിടുത്തെ അനുഭവസ്ഥരെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമുക്കും പ്രദക്ഷിണ വഴിയിലൂടെ ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കാം. സിദ്ധിയിൽ അനുഭവ സാക്ഷ്യമാം മാഹാത്മ്യം നിറഞ്ഞൊരു ചേലേരിയമ്പലം, അഭീഷ്ടസിദ്ധിയിൽ അനുഭവ സാക്ഷ്യമാം മാഹാത്മ്യം നിറഞ്ഞൊരു ചേലേരിയമ്പലം, ശ്രീ കാർത്തികേയനാം ദണ്ഡായുധപാണിക്ക് പുണ്യമപ്പനി നീരിൽ അഭിഷേകം ചെയ്യുന്നു. ശ്രീ കാർത്തികേയനാം ദണ്ഡായുധപാണിക്ക് പുണ്യമപ്പനി നീരിൽ അഭിഷേകം ചെയ്യുന്നു. ചേലേരി അങ്ങനെ സുബ്രഹ്മണ്യ ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ച് പ്രദക്ഷിണമായി വരുമ്പോൾ കന്നിമൂലയിൽ ഗണപതി ഭഗവാനെ പ്രതിഷ്ഠിച്ച് കാണും. ഈ ഗണപതിക്ക് മണ്ഡലത്തിലൊരു പ്രത്യേകത, ദ്വിബാഹുവോട് കൂടിയ ഗണപതിയാണ്, 2 കൈയോട് കൂടിയ ഗണപതി. ആ ഗണപതിക്ക് കറുകമാല ചാർത്തിയും അതുപോലെ തന്നെ നാളികേരം ഉടച്ചും വിഘ്നങ്ങൾ തീരാൻ വേണ്ടി പ്രാർത്ഥിച്ച് അനവധി ഭക്തന്മാർ ദേശത്തു നിന്നും ദേശത്തിൻ്റെ പുറത്തു നിന്നും ഒക്കെ വന്ന് തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. നമുക്കും പ്രദക്ഷിണ വഴിയിലൂടെ സുബ്രഹ്മണ്യ ഭഗവാനെ തൊഴുത് ഗണപതിയെ തൊഴുത് പ്രാർത്ഥിച്ച് എത്തമുണ്ടാം. പ്രസിദ്ധന്റെ മനന്നൊന്തു വിളി കേട്ടു എഴുന്നള്ളി ദേവൻ ശ്രീ കാർത്തികേയൻ, ചേലേരി ദേശത്തിൻ സുബ്രഹ്മണ്യ സ്വാമി, ചേലേരിയില്ലമരും സുബ്രഹ്മണ്യ സ്വാമി, പഴനിയിലാണ്ടവനെ ശ്രീമുരു. അങ്ങനെ ഗണപതി ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് 3000 വർഷത്തിനപ്പുറത്ത് കാലപ്പഴക്കമുണ്ട് എന്നും എന്നാൽ സമീപ കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൻ്റെ ആചാര്യ പരമ്പരകൾ ഒരു 200 വർഷത്തിൻ്റെ കാലപ്പഴക്കവുമായി ബന്ധപ്പെട്ട ചില രേഖകൾ ഇല്ലത്തെ പരമ്പരയിലുണ്ട് എന്നും ആ കാലഘട്ടത്തിൽ ഇതിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോവുകയും ഇവിടുത്തെ സുബ്രഹ്മണ്യനൊരു പ്രത്യേകത, പഞ്ചാമൃതം വളരെ ഇഷ്ടമുള്ളൊരു ദേവനാണ്. മറ്റൊന്ന്, ഭക്തന്മാർ വന്നാൽ കാര്യസാധ്യത്തിന് വേണ്ടി വേല് സമർപ്പിക്കുക, അതുപോലെ തന്നെ പാലഭിഷേകം നടത്തുക, ത്രിമധുരം നിവേദിച്ച് കഴിക്കുക. ത്രിമധുരം നിവേദിച്ച് കഴിക്കുന്നതോടുകൂടി കാര്യസാധ്യവും അതുപോലെ തന്നെ നമുക്ക് ഐശ്വര്യവും യശസ്സും ഒക്കെയാണത്രേ ഇവിടുത്തെ ത്രിമധുരം കഴിച്ചാലുള്ള ഫലമെന്ന് ഇവിടുത്തെ അനുഭവസ്ഥരും ക്ഷേത്രത്തിലെ മേൽശാന്തിയും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അനവധി ആളുകൾ ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്നെന്നും പ്രാർത്ഥിച്ച് കാര്യസാധ്യം നേടുന്നെന്നും പാലഭിഷേകവും അതുപോലെ തന്നെ ത്രിമധുരവും പഞ്ചാമൃതവും ഒക്കെ സുബ്രഹ്മണ്യ ദേവന് സമർപ്പിച്ച് കാര്യം നേടുന്നവർ ഏറെയാണ്. നമുക്ക് സുബ്രഹ്മണ്യൻ്റെ പ്രദക്ഷിണ വഴിയിലൂടെ പൂർത്തിയാക്കാം. ജന്മജന്മാന്തര വിഘ്നങ്ങൾ മാറ്റുവാൻ ശ്രീ മഹാഗണപതിക്ക് സാധാരണ നമ്മൾ ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത് സുബ്രഹ്മണ്യ നിർമ്മിക്കുന്ന സമയത്ത് ഇതിന് സാധാരണ 2 നിലയാണ് വേണ്ടത്. ഇപ്പോൾ ഒറ്റ നിലയിലാക്കി. പക്ഷേ ചുമര് 2 നിലയ്ക്കുള്ള ചുമരെടുത്തു. പക്ഷേ അതിൻ്റെ സാമ്പത്തിക പ്രശ്നം കൊണ്ട് അത് ചെയ്തില്ല. അപ്പോൾ ഈ 2-3 വർഷത്തിനിടയ്ക്ക് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കണം. എന്നാൽ മാത്രമേ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ആ കുളം നവീകരിക്കുള്ളൂ. ഇതെന്ന് വെച്ചാൽ അതിൻ്റെ അത് ആ പ്രശ്നം വെച്ച സമയത്ത് എൻ്റെ തല ശരിയാക്കാത്ത എൻ്റെ കാല് ശരിയാക്കിയതിൻ്റെ കാര്യം എന്നാണ് പ്രശ്നം ഇതിൽ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഈ നാട്ടിലും മറ്റുള്ളവരും കൂട്ടായ പ്രവർത്തനത്തോട് പരമാവധി സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി നമ്മൾ ഇതൊരു മഹാക്ഷേത്രം, ഇപ്പോൾ മഹാക്ഷേത്രം തന്നെയാണ്, അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ എത്തിക്കുകയാണെങ്കിൽ ഒരുപാട് സാമ്പത്തിക സഹായം വേണം ഭക്തന്മാർ. പിന്നെ രണ്ടാമത് വെച്ചാൽ ഈ 4 തിടമ്പ് നൃത്തം ഉള്ള സമയത്ത് നമ്മളെ ഇവിടെ ഹനുമാൻ അമ്പലത്തിൽ കണ്ണൂർ ജില്ലയിൽ ഹനുമാൻ അമ്പലത്തിൽ 4 അവിടെ പിന്നെ 4 തിടമ്പ് നൃത്തമുണ്ട്. പക്ഷേ ആ ക്ഷേത്രത്തെ തിടമ്പ് നിർത്തും ഈ ക്ഷേത്രത്തെ തിടമ്പ് നിർത്തും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവിടെ
ഇവിടുത്തെ ഈ ഒരു നൃത്തം കണ്ട് ആസ്വദിച്ചവർക്ക് മാത്രമേ അതിൻ്റെ അനുഭവം പറയാൻ കഴിയൂ. അങ്ങനെ സുബ്രഹ്മണ്യ ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ വടക്കു പാർശ്വഭാഗത്തേക്കുള്ള മഹാവിഷ്ണു സന്നിധിയിലേക്കാണ് പ്രദക്ഷിണ വഴിയിലൂടെ നമ്മൾ പോകുന്നത്. വളരെ പ്രശാന്ത സുന്ദരമായ എല്ലാ പച്ചപ്പോടു കൂടിയ വളരെ ഭംഗിയായ ഒരു ക്ഷേത്ര സങ്കേതമാണ് ചേലേരിയിലെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഈ ഒരു പച്ചപ്പ് തന്നെയാണ് ഭക്തന്മാരും ആഗ്രഹിക്കുന്നത്. ഇന്ന് എല്ലാ ദിക്കിലും ഒരു കോൺക്രീറ്റ് യുഗമായി മാറി. ആ കാലഘട്ടത്തിലും അതിൻ്റെ എല്ലാ ഭംഗിയോടുകൂടി തന്നെയാണ് ക്ഷേത്രം പരിപാലിച്ചു പോകുന്നത്. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ മുൻപിലെത്തുമ്പോൾ നമുക്ക് വലിയ ബലിക്കല്ല് കാണാം. ആ വലിയ ബലിക്കല്ലും കഴിഞ്ഞു വേണം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ. നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ ചേലേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മഹാവിഷ്ണു ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കാം. അമ്പത്തഞ്ചില്ലത്തിൻ ബ്രാഹ്മണ ശ്രേഷ്ഠരാൽ നിർമ്മിതമാം ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സരസൈന്യനാഥം ഗുഹം സദാ ശരണമഹം പ്രപദ്യെ. ശ്രീ ചേലേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയാണ്. എൻ്റെ പേര് അവിനാഷ് ഭട്ട്. ഞാൻ വന്നിട്ടിവിടെ 8 വർഷത്തോളമായി. ഇവിടെ സാധാരണമായിട്ട് 5 മണിക്ക് നട തുറക്കുന്നതും പിന്നെ 10 മണിക്ക് നട അടക്കുന്നതാണ് രാവിലെ. വൈകുന്നേരം 5:30 തൊട്ട് 7:30 വരെയാണ് സമയം. ഇവിടെ പ്രധാന ദേവന്മാരായിട്ട് സുബ്രഹ്മണ്യനും മഹാവിഷ്ണുവും നരസിംഹമൂർത്തിയും പിന്നെ വനശാസ്താവാണ് അയ്യപ്പൻ. ഉപദേവനായിട്ട് ഗണപതിയാണ്. അപ്പോൾ എല്ലാ ദേവന്മാർക്കും പ്രധാനമായിട്ട് ഇപ്പോൾ സുബ്രഹ്മണ്യ പൂജയും നിറമാലയും പിന്നെ പഞ്ചാമൃതയും ത്രിമധുരം ഇതാണ് പ്രധാനമായിട്ട് വഴിപാടുള്ളത്. മഹാവിഷ്ണുവിനെ പാൽപായസം, പിന്നെ നരസിംഹമൂർത്തിക്ക് പാനകവും നരസിംഹമൂർത്തിക്കാണ്. വനശാസ്താവിന് കടും പായസം. ഇതാണ് ഇപ്പോൾ പ്രധാനമായിട്ട് വഴിപാടായിട്ട് ഉള്ളത്. പിന്നെ കാര്യസിദ്ധിക്കായിട്ട് ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് ത്രിമധുരം അത് ചെയ്യാറുണ്ട്. പിന്നെ നരസിംഹമൂർത്തിക്ക് ഇപ്പോൾ ദോഷങ്ങളുണ്ടായി കഴിഞ്ഞാൽ നരസിംഹമൂർത്തിക്ക് പാനക നിവേദ്യം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദോഷങ്ങളും മറന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ വിഷ്ണു സങ്കല്പമായാലും വലത്തെ കയ്യിലെ ഗതയുള്ള മഹാവിഷ്ണുവാണ് നരസിംഹമൂർത്തി അവിടെ പ്രതിഷ്ഠിപ്പിച്ചത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ചേലേരി ഭാഗത്തും പിന്നെ ദൂരദേശത്തു നിന്നും ഇവിടേക്ക് വരുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇവിടെ തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ കുറേ കാര്യങ്ങൾ ഇവിടെ സാധിച്ചും വരുന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 12 വർഷം ഭാര്യയും ഭർത്താക്കന്മാർ വേറെ വേറെ താമസിച്ചിട്ട് നിന്നവർ ഇവിടെ വന്നിട്ട് നരസിംഹമൂർത്തിക്ക് 1.5 വർഷം പാനകം കഴിപ്പിച്ചിട്ട് അത് രണ്ടാളും ഒരേ ഇതിൽ വന്നിട്ട് ഇപ്പോൾ വീടിനെല്ലാം കുട്ടിയെല്ലാം അടിച്ചിട്ടുണ്ട്. അതേപോലെ കുറേ കാര്യങ്ങൾ ഇവിടെ സാധിച്ചിട്ടുണ്ട്. സുബ്രഹ്മണ്യനെ തൊഴുതു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കിഴക്കോട്ട് ദർശനമായുള്ള മഹാവിഷ്ണു ഭഗവാനാണ്. മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുൻപിലെത്തുമ്പോൾ നമുക്ക് മണ്ഡപം കാണാം. കരിങ്കല്ലുകൊണ്ട് അതിൻ്റെ എല്ലാ അംഗങ്ങളോട് കൂടിയ രീതിയിലുള്ള മണ്ഡപം. ഈ സമീപ കാലഘട്ടത്തിൽ മണ്ഡപവും ഒക്കെ നവീകരിച്ച് ആ മണ്ഡപത്തിൻ്റെയും ഇടനാഴിയിലൂടെയും തൊഴുത് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ തിരുനടയിലെത്തുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു വട്ടശ്രീകോവിലാണ്. വടക്കേ മലബാറിൽ ധാരാളം വട്ടശ്രീകോവിലുള്ള ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ ഈ പ്രദേശത്ത്, ഈ ഒരു ചേലേരി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് വട്ടശ്രീകോവിലുള്ള ക്ഷേത്രം അപൂർവമാണ്. അങ്ങനെ വട്ടശ്രീകോവിലുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കിഴക്കോട്ട് ദർശനമായി തൊഴുത് പ്രാർത്ഥിക്കേണ്ടുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു മഹാവിഷ്ണു ഭഗവാൻ. ഈ ദേവന് തുളസിമാലയും പാൽപായസ നിവേദ്യവും കഴിച്ച് കാര്യസാധ്യം നേടുന്നവർ ഏറെയാണ്. മറ്റൊരു പ്രത്യേകത, ഈ വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച വളരെ പ്രാധാന്യത്തോടു കൂടി പൂജാതി കർമ്മങ്ങൾ നടക്കുന്നൊരു ക്ഷേത്രം. വ്യാഴാഴ്ച വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് ഈ മഹാവിഷ്ണു ഭഗവാന് പാൽപായസ നിവേദ്യം നൽകി കാര്യം സാധിച്ചു പോകുന്നവരും ഏറെയാണെന്ന് ഈ ക്ഷേത്രത്തിലെ അനുഭവസ്ഥർ പറഞ്ഞു തരുന്നു. സന്താനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ മഹാവിഷ്ണു ഭഗവാന് നിറമാലയും പാൽപായസ നിവേദ്യവും കഴിച്ച് സന്താനപ്രാപ്തി ഉണ്ടായവരും ഏറെയാണെന്ന് ഇവിടുത്തെ അനുഭവസ്ഥരെ നമുക്ക് പറഞ്ഞു തരുന്നു. ഇനി നമുക്ക്
പ്രദക്ഷിണ വഴിയിലൂടെ മഹാവിഷ്ണു ഭഗവാനെ തൊഴുത് പ്രദക്ഷിണം വെക്കാം. അങ്ങനെ പ്രദക്ഷിണ പദത്തിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് ക്ഷേത്രത്തിലെ ബലിക്കല്ലുകളും സപ്തമാതൃക്കളെയും അഷ്ടദിക്പാലന്മാരെ സങ്കല്പിക്കുന്ന ബലിക്കല്ലുകളും ഒക്കെ നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞതുപോലെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്താണ് ഈ മഹാവിഷ്ണു ഭഗവാൻ ഇരിക്കുന്നത്. ഒരു പ്രത്യേകത, ഇവിടുത്തെ എല്ലാ ദേവന്മാരും പ്രധാന ശ്രീകോവിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തുല്യ പ്രാധാന്യത്തിലുള്ള ആരാധനയും അനുഷ്ഠാനങ്ങളും, അഥവാ ഉപദേവന്മാരുടെ സങ്കല്പമായല്ല ഇവിടുത്തെ പ്രതിഷ്ഠ. എല്ലാ പ്രത്യേകം പ്രത്യേകം ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വരുന്ന ഒരു ക്ഷേത്ര സങ്കേതം, ഒരു ക്ഷേത്ര സമുച്ചയം തന്നെയാണ് ചേലേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഈ ദേവൻ്റെ അടുത്ത് വന്നാൽ ഒരു പ്രത്യേകത, സുബ്രഹ്മണ്യനെ തൊഴുത്, മഹാവിഷ്ണുവിനെ തൊഴുത്, നരസിംഹമൂർത്തിയെ തൊഴുത്, ഗണപതി ഭഗവാനെ തൊഴുത്, കലിയുഗ വരദനായിരിക്കുന്ന അയ്യപ്പനീശ്വരനെയും ഈ 5 ദേവന്മാരെയും തൊഴുത് പ്രാർത്ഥിച്ചു പോകാവുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചേലേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇപ്പോൾ ചേലേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ സുബ്രഹ്മണ്യ ദേവൻ്റെ വടക്കുപാർശ്വഭാഗത്തായി കിഴക്കോട്ട് അഭിമുഖമായി നിൽക്കുന്ന മഹാവിഷ്ണു, അപൂർവം വട്ടശ്രീകോവിലുള്ള ക്ഷേത്രങ്ങളിൽ ഒരു വട്ടശ്രീകോവിലോടുകൂടിയ മഹാവിഷ്ണു, വ്യാഴാഴ്ച ദിവസം ഏറെ പ്രാധാന്യത്തോടുകൂടി ഭക്തന്മാർ തൊഴുതു പ്രാർത്ഥിച്ചു പോകുന്ന ഒരു ക്ഷേത്രം. ദേവന് ഏറ്റവും ഇഷ്ട വഴിപാടെന്ന് പറയുന്നത് ഇവിടെ നിറമാലയും തുളസിമാലയും പാൽപ്പായസ നിവേദ്യവും വളരെ ഭക്തിയോടുകൂടി സമർപ്പിച്ച് കാര്യം നേടുന്നവർ ഏറെയാണെന്ന് ഇവിടുത്തെ അനുഭവം നമുക്ക് പറഞ്ഞു തന്നു. മറ്റൊരു പ്രത്യേകത, ചേലേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിടമ്പ് നൃത്തം എല്ലാവരെയും ഏറെ ആകർഷിക്കുന്ന ഒരു തിടമ്പ് നൃത്തമാണ്. 4 തിടമ്പ് നൃത്തം വെക്കുന്ന ഒരു അപൂർവമായ ക്ഷേത്ര സങ്കേതമാണ് ചേലേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം. ആ ഉത്സവം കാണാൻ അന്യദേശത്തു നിന്ന് പോലും അനവധി ഭക്തന്മാർ വന്ന്, ഒരു പ്രത്യേകത, സുബ്രഹ്മണ്യൻ, മഹാവിഷ്ണു, അയ്യപ്പൻ, ഇങ്ങനെ എല്ലാം 4 തിടമ്പോടുകൂടി നരസിംഹമൂർത്തി, ഇങ്ങനെ 4 തിടമ്പ് നൃത്തം കാണാൻ എത്തിച്ചേരുന്ന ഭക്തന്മാർ അനവധിയാണ്. അങ്ങനെ ആ ഭഗവാന്റെ താണ്ഡവം കണ്ട് ഒരു വർഷത്തേക്കുള്ള ഐശ്വര്യവും സമാധാനവും നേടി പോകുന്നവരാണ് ഈ ദേശത്തെ ഏറെ സുഹൃതികളായ ഭക്തന്മാർ.
ചേലരിയിലമരും സുബ്രഹ്മണ്യ സ്വാമി പഴനിയിലാണ്ടവനെ ശ്രീമുരുക ചേലരിയിലമരും സുബ്രഹ്മണ്യ സ്വാമി പഴനിയിലാണ്ടവനെ ശ്രീമുരുക പരമസിദ്ധന്റെ മനം നൊന്തു വിളി കേട്ടു. ഹര ഹരോ ഹര ഹര. ഷഠാനനം കുങ്കുമരക്തവർണം മഹാമയും ദിവ്യമയൂരവാഹനം രുദ്രസ്യ ശൂനം സുരസൈനിദാതം ശരണം പ്രപദ്യേ. ഹര ഹരോ ഹര ഹര. നമ്മൾ മാതൃസമിതിയാണ് ഇവിടുത്തെ. അതുപോലെ തന്നെ ഭജന സമിതി ഉണ്ട്. മാതൃസമിതിയിലെ ആൾക്കാർ തന്നെയാണ് ഭജന സമിതിയിലുള്ളത്. ഞങ്ങൾ 2-3 വർഷമായി ഇപ്പോൾ ഇതുപോലെ നാമം ചൊല്ലാൻ തുടങ്ങിയിട്ട്. ഭജന സമിതിയിൽ 20 ആളുകളുണ്ട്. അതുപോലെ മാതൃസമിതിയിൽ 43 ആളുകളുണ്ട്. ഭജന സമിതി എല്ലാ ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8 മണി മുതൽ 9:30 വരെ ഞങ്ങൾ ഭജന ചൊല്ലാറുണ്ട്. പിന്നെ മാതൃസമിതിൻ്റെ പ്രവർത്തനം, മാതൃസമിതി നമ്മൾ ഉത്സവമായാൽ ഞങ്ങൾ മാതൃസമിതിക്കാർ 5-8 ദിവസം ഇവിടെ പൂർണ്ണമായിട്ട് എല്ലാവരും വന്ന് സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട്. പിന്നെ ഭക്ഷണശാലയിൽ മെയിനായിട്ട് നമ്മൾ മാതൃസമിതിക്കാർ തന്നെയാണ്. 2 വർഷമായിട്ട് ഫുഡൊക്കെ വിളമ്പുന്നതൊക്കെ ഞങ്ങൾ തന്നെയാണ്. വിളക്കൊക്കെ ക്ലീനാക്കി വിളക്ക് കിണ്ടി അതുപോലെ എല്ലാം അടിച്ചു തുടച്ച് അതൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ഞങ്ങൾ മാതൃസമിതിക്കാർ തന്നെയാണ് ചെയ്യാറ്. പിന്നെ അതുപോലെ നമ്മളൊരു കുറിയൊക്കെ നടത്തുന്നുണ്ട്. അതെല്ലാ മാസവും വെക്കുന്നുണ്ട്. അതിപ്പോൾ 2 വർഷം 3 വർഷമായിട്ട് ഞങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ തുക കൊണ്ട് നമ്മൾ അമ്പലത്തിന് ഞങ്ങളെ കൊണ്ടുള്ള ചെറിയ ഒരു സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഉത്സവത്തിന് ഒരു ദിവസം ഫുള്ളായിട്ട് കലാപരിപാടികളാണ്. അവിടെ സ്റ്റേജുണ്ട്, അവിടെ ഫുള്ളായിട്ട് കലാപരിപാടിയാണ്. വൈകുന്നേരം 7 മണി മുതൽ രാത്രി 12 മണി വരെ കലാപരിപാടികൾ വെക്കാറുണ്ട്. കർക്കിടക മാസം ഞങ്ങൾ പിന്നെ രാമായണം പാരായണം ചെയ്യാറുണ്ട്. 1-ാം തീയതി മുതൽ പിന്നെ ലാസ്റ്റ് 30-ാം തീയതി വരെ ചെല്ലാറുണ്ട്. പിന്നെ നാലമ്പല യാത്ര നടത്താറുണ്ട്. പിന്നെ ഇവിടെ നാരായണീയം സമ്പൂർണ്ണം വെക്കാറുണ്ട്. വിശേഷ ദിവസങ്ങളിൽ ഏകാദശി അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് നാരായണീയം സമ്പൂർണ്ണം വെക്കൽ. നമ്മൾ ഭജന ചെല്ലുന്നത് ചൊവ്വാഴ്ച, വ്യാഴം, ശനി ഈ ദിവസങ്ങളിൽ ചെല്ലാറുണ്ട്. ഉണ്ണിയപ്പം ഒറ്റയപ്പം ജന്മജന്മാന്തര വിഘ്നങ്ങൾ മാറ്റുവാൻ ശ്രീ മഹാഗണപതിക്ക്. അങ്ങനെ മഹാവിഷ്ണു ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ചതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ ഭൂമിയുടെ അതിർത്തിയിൽ ഏറ്റവും വടക്കു പാർശ്വഭാഗത്തായി സാക്ഷാൽ നരസിംഹമൂർത്തിയായ മഹാവിഷ്ണു ആണ്. ആ നരസിംഹമൂർത്തിയെ തൊഴുത് പ്രാർത്ഥിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ് ക്ഷേത്രത്തിൻ്റെ വലിയ ബലിക്കല്ല്. ഇതൊരു മഹാക്ഷേത്രമാവാൻ പോവുകയാണ്. കാരണം ക്ഷേത്രത്തിൽ കൊടിമരം വന്ന് ക്ഷേത്രത്തിൻ്റെ മറ്റെല്ലാ അഷ്ടദിക്പാലന്മാരെയും പ്രതിഷ്ഠിച്ച് ക്ഷേത്രത്തിന് ഏറ്റവും പുറമേയുള്ള ഗോപുരം വരെ വരുമ്പോൾ ഇതൊരു വലിയ മഹാക്ഷേത്രം തന്നെയാണ്. അതാണ് നമ്മൾ ഓരോ ക്ഷേത്രത്തിൻ്റെ മുൻപിലെത്തുമ്പോഴും പ്രത്യേകം വലിയ ബലിക്കല്ല് കാണാം. അങ്ങനെ നരസിംഹമൂർത്തിയെ തൊഴുത് പ്രാർത്ഥിച്ച് നമുക്ക് പ്രദക്ഷിണ വഴി പൂർത്തിയാക്കാം. ശ്രീ മഹാവിഷ്ണുവിന് സഹസ്രദള പത്മത്താൽ അഭിഷേകം ചെയ്യുന്നു. വൈകുണ്ഠവാസിയാം ശ്രീ മഹാവിഷ്ണുവിന് സഹസ്രദള പത്മ. നരസിംഹമൂർത്തിയായ ചൈതന്യ ക്ഷേത്രമാണ് ഇവിടെ. ഈ ക്ഷേത്രത്തിൻ്റെ ഈ നരസിംഹമൂർത്തിയെ വിളിക്കുന്ന മറ്റൊരു പേര് വടുകചാലപ്പൻ എന്നാണ്. ചിറക്കൽ രാജവംശവുമായി രാജവംശത്തിൻ്റെ ഒരു പരിധിയാണ് ഈ ഭൂമി. അവിടെ ഒരു വടുക മഹാരാജാവുണ്ടായിരുന്നു. ആ വടുക മഹാരാജാവുമായി ബന്ധപ്പെട്ടൊരു ഐതിഹ്യവും ഇതിൻ്റെ പൂർവികർ പറയുന്നുണ്ട്. മറ്റൊന്ന്, നേരത്തെ ക്ഷേത്രത്തിൻ്റെ ആചാര പാരമ്പര്യം എന്ന് പറയുന്നത് കരുമാരത്തില്ലാണ്. ആ കരുമാരത്തില്ലത്ത് വെച്ച് ആരാധിച്ചു വന്ന ഒരു ദേവചൈതന്യമാണിതെന്നും പിന്നീട് ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം നരസിംഹമൂർത്തിയെ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു എന്നാണ്. ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ പ്രത്യേകതയും
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വട്ട ശ്രീകോവിലാണ്. ആ വട്ട ശ്രീകോവിലോട് കൂടിയ മഹാവിഷ്ണുവും അതുപോലെ തന്നെ നരസിംഹമൂർത്തിയും, ഈ ദേശക്കാർ ഇതിനെ വിളിക്കുന്നത്, ഈ ദേവനെ നരസിംഹമൂർത്തി എന്ന് വിളിക്കുന്ന പോലെ വടുകചാലപ്പൻ ദേവൻ എന്നാണ് വിളിക്കുന്നത്. പൂർണ്ണമായും വൈഷ്ണവ സങ്കല്പമാണ്. നരസിംഹമൂർത്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല കഥകളിലും ഒരു കഥയാണ് ഭക്തപ്രഹ്ലാദൻ. ആ ഭക്തപ്രഹ്ലാദന് നവദാ ഭക്തിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് ആ നരസിംഹ സ്വഭാവത്തിലുള്ള ചൈതന്യം വന്നപ്പോഴാണ്. ഇവിടെയും നരസിംഹമൂർത്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പം. നമുക്ക് ആ നരസിംഹമൂർത്തിയെയും പ്രദക്ഷിണ വഴിയിലൂടെ തൊഴുത് പ്രാർത്ഥിക്കാം. ശ്രീ മഹാവിഷ്ണുവിന് സഹസ്രദള പത്മത്താൽ അഭിഷേകം ചെയ്യുന്നു. ചേലേരിയില്ലമരും സുബ്രഹ്മണ്യ സ്വാമി. അങ്ങനെ അപൂർവതയുള്ള നരസിംഹസ്വാമി ക്ഷേത്രം, ദേശജനങ്ങൾ വടുകചാലപ്പൻ എന്ന് വളരെ ഭക്തിയോടുകൂടി വിളിക്കുന്ന മഹാവിഷ്ണു ചൈതന്യം അഥവാ നരസിംഹമൂർത്തി. മറ്റൊരു പ്രത്യേകത, ദേവൻ്റെ വലത് കൈയിൽ ഗദയെടുത്ത് നിൽക്കുന്ന രൂപത്തിലാണത്രേ ഇവിടുത്തെ ചൈതന്യം. അതും അപൂർവങ്ങളിൽ അപൂർവമാണ് വലത് കൈയിൽ ഗദയുള്ള മഹാവിഷ്ണു. മറ്റൊരു പ്രത്യേകത, ഈ ക്ഷേത്രത്തിൽ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികളെയും സംഘർഷങ്ങളെയും ഒഴിവാക്കാൻ ഇവിടെ ദേവന് വളരെ പ്രധാനമാണത്രേ പാനക നിവേദ്യം. അതേറെ ഭക്തിയോടുകൂടി ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് മഹാവിഷ്ണു സങ്കല്പത്തിലുള്ള ഈ നരസിംഹമൂർത്തിക്ക് പാനക നിവേദ്യം നൽകി കാര്യം സാധിക്കുന്നവർ ഏറെയാണ്. വ്യാഴാഴ്ച ദിവസം വിശേഷമായ ആരാധന നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് വടുകചാലപ്പൻ സന്നിധി. ഇങ്ങനെ ഏറെ പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിന് ഐതിഹ്യത്തിൽ പഴമക്കാർ നമുക്ക് പറഞ്ഞു തരുന്നു. നമുക്കങ്ങനെ പ്രദക്ഷിണ പദം പൂർത്തിയാക്കാം. മാറ്റുവാൻ ശ്രീ മഹാഗണപതിക്ക് ഉണ്ണിയപ്പം ഒറ്റയപ്പം ജന്മജന്മാന്തര വിഘ്നങ്ങൾ മാറ്റുവാൻ ശ്രീ മഹാഗണപതിക്ക് ഉണ്ണിയപ്പം ഒറ്റയപ്പം നരസിംഹമൂർത്തിയാം ശ്രീ വടുകചാലപ്പന് പാൽപായസവും പുണ്യ പാല. അങ്ങനെ സുബ്രഹ്മണ്യനെ തൊഴുത് മഹാവിഷ്ണു ഭഗവാനെയും തൊഴുത് നരസിംഹമൂർത്തിയായിരിക്കുന്ന വടുകചാലപ്പൻ ഈശ്വരനെയും തൊഴുതതിന് ശേഷം വീണ്ടും നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുൻപിലൂടെ വന്ന് അയ്യപ്പൻ ഈശ്വരനെ തൊഴുത് പ്രാർത്ഥിക്കണം. വനശാസ്താവ അയ്യപ്പ സ്വാമിക്ക് നെയ്യഭിഷേകവും കടും പായസവും. ശ്രീവനശാസ്താവ അയ്യപ്പ സ്വാമിക്ക് നെയ്യഭിഷേകവും കടും പായസവും. വൈകുണ്ഠവാസിയാം ശ്രീ മഹാവിഷ്ണുവിന് സഹസ്രദള പത്മത്താൽ അഭിഷേകം ചെയ്യുന്നു. വൈകുണ്ഠവാസിയാം ശ്രീ മഹാവിഷ്ണുവിന് സഹസ്രദള പത്മത്താൽ അഭിഷേകം ചെയ്യുന്നു. ചേലേരിയില്ലമരും സുബ്രഹ്മണ്യ സ്വാമി. പഴനി. ഇവിടുത്തെ വനശാസ്താവീശ്വരനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് കടുംബായസ നിവേദ്യവും അതുപോലെ ശനിദോഷ പരിഹാരാർത്ഥം നീരാഞ്ജനവും എള്ളുതിരിയും കത്തിച്ച് സമർപ്പിച്ച് കാര്യം സാധിക്കുന്നവർ ഏറെയാണ്. അതുപോലെ തന്നെ മണ്ഡലമാസ കാലഘട്ടം വന്നാൽ ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചും അതുപോലെ ശബരിമല ദർശനം ചെയ്യുന്നവരും ഏറെയാണ്. സുബ്രഹ്മണ്യനെ തൊഴുതതിൻ്റെ പൂർണ്ണത, ഈ അയ്യപ്പൻ ഈശ്വരനെ തൊഴുതാൽ മാത്രമേ ക്ഷേത്ര ദർശനത്തിൻ്റെ പൂർണ്ണത കൈവരിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ അന്യദേശത്ത് നിന്ന് വരുന്നവർക്കറിയില്ലെങ്കിലും ഈ ദേശജനങ്ങളെ സംബന്ധിച്ച് സുബ്രഹ്മണ്യനെയും അതുപോലെ തന്നെ മഹാവിഷ്ണുവിനെയും നരസിംഹമൂർത്തിയെയും ഗണപതി ഭഗവാനെയും തൊഴുത് അയ്യപ്പൻ ഈശ്വരനെ തൊഴുതതിന് ശേഷമാണ് ക്ഷേത്ര പ്രദക്ഷിണം പൂർത്തിയാക്കുന്നത്. 55 ബ്രാഹ്മണ ശ്രേഷ്ഠരാൽ നിർമ്മിതമാം ശ്രീ ചേലേരി അമ്പലം. 55 ബ്രാഹ്മണ ശ്രേഷ്ഠ. സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. ഔഷധമാകുന്നു വേൽമുരുകന്റെ
പഞ്ചാമൃതവും കലിയുഗത്തിൻ 1993 ഒരു അഷ്ടമംഗല പ്രശ്നം നടത്തി. അതിൽ നിന്നും ഈ ദേവനെ ഇവിടെ പുനഃപ്രതിഷ്ഠ കാര്യങ്ങൾ നടത്തണമെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്ന അയ്യപ്പസ്വാമിക്ക് ക്ഷേത്രം നിർമ്മിച്ച് അവിടെ പുനഃപ്രതിഷ്ഠ നടത്തി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റേതെങ്കിലും രീതിയിൽ ഇവിടെ പ്രവർത്തനം നടത്താൻ സാധിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഭക്തന്മാരുടെയും ഈ കമ്മിറ്റികളുടെയും അശ്രാന്ത പരിശ്രമത്തിന് ഫലമായിട്ട് അയ്യപ്പസ്വാമി ക്ഷേത്രം നിർമ്മിച്ച് ഫെബ്രുവരി 1 അവിടെ പുനഃപ്രതിഷ്ഠ നടത്തി. ദണ്ഡായുധപാണിക്ക് പുണ്യമപ്പനി നീരിൽ അഭിഷേകം ചെയ്യുന്നു ശ്രീ കാർത്തികേയനാം ദണ്ഡായുധ. ചേലേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഐതിഹ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്, നിത്യം സുബ്രഹ്മണ്യ ദേവനെ പഴനിയിൽ പോയി മാസം തോറും തൊഴുതു പ്രാർത്ഥിക്കുന്ന ഭക്തൻ ആരോഗ്യം കൊണ്ടും ശാരീരികമായും തളർന്ന സന്ദർഭത്തിൽ ആ ഭക്തൻ സുബ്രഹ്മണ്യനോട് പറഞ്ഞു അത്രേ, ഇനി എനിക്ക് ഇവിടെ വന്ന് തൊഴാൻ സാധിക്കില്ല, ഭഗവാനെ എൻ്റെ കൂടെ വരണമെന്നാണ്. ആ ഭക്തൻ ഇവിടെ എത്തുമ്പോഴേക്കും സുബ്രഹ്മണ്യ ചൈതന്യം ഇവിടെ ഉണ്ടായി എന്ന് ജ്യോതിഷ വിധിപ്രകാരം കാണുകയും അങ്ങനെ സുബ്രഹ്മണ്യ ദേവനെ ഇടനാഴിയോടുകൂടിയ ശ്രീകോവിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ആ സുബ്രഹ്മണ്യ ദേവന് പഞ്ചാമൃതവും ത്രിമധുരവും പാലഭിഷേകവും വേല എടുത്തൊപ്പിക്കലും ഏറ്റവും പ്രധാനമായ വഴിപാടാണെന്ന് മനസ്സിലായി. കൂടാതെ മഹാവിഷ്ണു ചൈതന്യം, അതുപോലെ തന്നെ നരസിംഹമൂർത്തി, ഗണപതി ഭഗവാൻ, അയ്യപ്പനീശ്വരൻ, ഇങ്ങനെ അനവധി ദേവചൈതന്യങ്ങൾ കുടിയിരിക്കുന്ന ക്ഷേത്രസങ്കേതം, 4 തിടമ്പ് നൃത്തം അനുഷ്ഠിക്കുന്ന വടക്കേ മലബാറിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം കൂടിയാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. നമ്മുടെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടെ പൂർണ്ണമാകുന്നില്ല. പ്രദക്ഷിണ വഴിയിലൂടെ മറ്റൊരു ക്ഷേത്രത്തിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്തേ.